ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്, അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ശ്രീധര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. കുവൈറ്റ് ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച തെക്കൻ പാലയൂർ സ്വദേശിയെ ബിനോയ് തോമസിനെ നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ഭാര്യയുടെയും മക്കളുടെയും അടങ്ങാത്ത കരച്ചിൽ കണ്ടിരുന്നവരെ പോലും കണ്ണീരിലാഴ്ത്തി. വ്യോമസേനയുടെ C-13J വിമാനത്തിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം സർക്കാർ ചിലവിൽ പാലിയൂർ പട്ടികജാതി കോളനിയിലെ ഒറ്റമുറി വീട്ടിലെത്തിച്ചു. സ്ഥലപരിമിതി കണക്കിലെടുത്ത് വീടിന് പുറത്ത് താൽക്കാലിക പന്തലൊരുക്കിയാണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. ഒരാഴ്ച മുമ്പ് കുവൈറ്റിലേക്ക് പോയ ബിനോയ് തോമസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ളവർ എത്തിയിരുന്നു. ജനം തിങ്ങി നിറഞ്ഞതോടെ 4 സെന്റ് പുരയിടത്തിൽ നിന്ന് തിരിയാൻ പോലും സൗകര്യമില്ലാത്ത അവസ്ഥയായിരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൊച്ചിയിൽ നിന്ന് ആംബുലൻസിനെ അനുഗമിച്ചിരുന്നു. പാലയൂരിലെ വീട്ടിലെത്തിയ സുരേഷ് ഗോപി ബിനോയ് തോമസിന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ചു. കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. 1 മണിക്കൂറോളം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കുന്നംകുളം ബി നാഗൽ ഗാർഡൻ പെന്തക്കോസ്ത് ചർച്ചിൽ സംസ്കരിച്ചു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.